ഇന്ന് പൃഥ്വീഷും വിശാഖയുടെ ജീവിതത്തിൽ വളരെ സന്തോഷമായ നാളാണ്. രണ്ടുപേരും ഇന്നാണ് കല്യാണം ചെയ്തത്. അവർ ഇപ്പോഴാണ് ആദ്യമായിട്ട് അവരുടെ പുതിയ വീട്ടിലേക്ക് വന്നത്. പുറത്തുനിന്ന് കാണുമ്പോഴെന്നെ വിശാഖയ്ക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു ഈ വീട്. പിന്നെ പൃഥ്വീഷ് ആ വീടിന്റെ കതവ് തുറന്നപ്പോൾ വീടിന്റെ അകത്തുള്ള ഭംഗി കണ്ടിട്ട് അവൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അതെ പ്രഥമേഷ്, ഇത് വളരെ ഭംഗിയുള്ളതാണ്. എനിക്കറിയാം നിനക്കിത് ഇഷ്ടപ്പെടുമെന്ന്. ശരി വാ, അകത്ത് പോവാം. അവര് രണ്ടുപേര് അകത്ത് പോയിരിക്കുകയായിരുന്നു. പുറകിൽ നിന്ന് ആരോ വിളിക്കുന്ന പോലെ കേട്ടു. സർ, ഒരു മിനിറ്റ്. അത് കേട്ടപ്പോൾ രണ്ടുപേരും തിരിഞ്ഞു നോക്കി. അവിടെ ഒരു പയ്യനും ഒരു പെണ്ണും ഉണ്ടായിരുന്നു. ആ പയ്യന്റെ കയ്യിൽ ഒരു ക്യാമറയും ഉണ്ടായിരുന്നു. അവര് രണ്ടുപേരും മുഖത്തിലും ഒരു ചിരിയും ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ആരാണ്? കല്യാണത്തിന് ആകാംക്ഷകൾ. നിങ്ങൾ ഈ ഏരിയക്ക് പുതിയതെന്ന് തോന്നുന്നു. അതെ, ഇന്നാണ് ഞങ്ങൾ ഇവിടെ ഷിഫ്റ്റ് ആയത്. അതുകൊണ്ടാണ് നിങ്ങൾ അത് അറിയാത്തത്. ഈ ഏരിയയിൽ ആർക്കെങ്കിലും പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾ അവരുടെ ഫോട്ടോ എടുത്ത് ഞങ്ങളുടെ ആൽബത്തിൽ ചേർത്ത് വെക്കും. ഓക്കേ, താങ്ക്സ്. പക്ഷേ അതിന്റെ ആവശ്യമില്ല. ആ വിട് വിശാഖ, എന്തിനാ നീ അവരെ തടസ്സം ചെയ്യുന്നത്? ഇങ്ങനെ പറഞ്ഞിട്ട് അവരെടുത്ത് പറഞ്ഞു, നിങ്ങൾ ഫോട്ടോ എടുത്തോളൂ. പ്രത്മേഷും വിശാഖയും ഫോട്ടോ എടുക്കാൻ നിന്നു. പിന്നെ ആ ചെക്കൻ ചില ഫോട്ടോസും എടുത്തു. താങ്ക് യു സോ മച്ച്. എപ്പോഴാണ് ഞങ്ങളുടെ ഫോട്ടോ കിട്ടുക? അത് കേട്ട ഉടനെ രണ്ടുപേരും തമ്മിൽ ചിരിച്ചുകൊണ്ട് അവര് നോക്കി. നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല നേരം തുടങ്ങുന്ന മുമ്പ് തന്നെ ഈ ഫോട്ടോസ് നിങ്ങളുടെ കയ്യിൽ എത്തും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അവരവിടുന്ന് പോയി. പിന്നെ പ്രത്മേഷും വിശാഖാവും അവര് തടസ്സം ചെയ്യാൻ നിന്നില്ല. വളരെ വ്യത്യാസമായി തോന്നുന്നു അല്ലേ? ശരി വാ, അകത്തേക്ക് പോവാം. ഇന്ന് നമുക്ക് കല്യാണമായിട്ട് ആദ്യത്തെ രാത്രിയാണ്. വരൂ, നമുക്ക് അകത്തേക്ക് പോവാം. വിശാഖനെ വിളിച്ചുകൊണ്ട് പ്രത്മേഷ് അകത്തേക്ക് കൊണ്ടുപോയി. അവർ റൂമിന്റെ അകത്തേക്ക് പോകുമ്പോ തന്നെ എന്തോ അവർക്ക് ശബ്ദവും കേട്ടു. ഇതെന്താ ശബ്ദം ഇത്? നീ അകത്തേക്ക് പോ, ഞാൻ പോയി നോക്കട്ടെ. പെട്ടെന്ന് വരണേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ വിശാഖ അകത്തേക്ക് പോയിരുന്നു. പിന്നെ പ്രത്മേഷ് ഈ ഭാഗത്ത് പോയി. ഏത് ഭാഗത്തിൽ ശബ്ദം കേട്ടു ആ ഭാഗത്തിലേക്ക്. വിശാഖ റൂമിന്റെ അലങ്കാരം കണ്ടിട്ട് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അവൾ കട്ടിലിനടുത്ത് പോയപ്പോൾ കട്ടിലിന്റെ മുകളിൽ ഒരു കവർ ഉണ്ടത് അവൾ കണ്ടു. ഈ കവർ എങ്ങനെയാ ഇവിടെ വന്നത്? അവൾ കവർ തുറന്നു നോക്കിയപ്പോൾ അത് കവറിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ ആണ് ഇപ്പോൾ അവർ പുറത്തെടുത്തത്. വളരെ വ്യത്യാസമായി തോന്നുന്നല്ലോ. ഇതെങ്ങനെയാ ഇവിടെ വന്നത്? വിശാഖ ആ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ പെട്ടെന്ന് പേടിച്ചും പോയി. ആ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിശാഖയുടെ മുഖത്തിൽ തീ പൊള്ളിയതുപോലെ ഉണ്ടായിരുന്നു. കാണാൻ തന്നെ വല്ലാതെ പേടിയായിട്ടുണ്ടായിരുന്നു. പ്രത്മേഷ് തന്റെ റൂം നോക്കി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ അകത്തേക്ക് പോയി നോക്കിയത് വിശാഖ തന്റെ സാരി മുഖം മറഞ്ഞിരിക്കുകയായിരുന്നു. അവൻ വളരെ സന്തോഷത്തോടെ കട്ടിലിന്റെ അടുത്തേക്ക് പോയിരുന്നു. അവൻ ആ സാരി മാറ്റി നോക്കിയപ്പോൾ വിശാഖ ഉള്ള സ്ഥലത്തിന് പകരം വേറെ ഏതോ പെണ്ണ് മുഖത്തിൽ തീപ്പൊള്ളിയോടെ പേടിയായിട്ടുണ്ടായിരുന്നു. കാണാൻ തന്നെ അവളുടെ കണ്ണുകൾ തന്നെ ചുവന്ന കളറിൽ ജ്വലിക്കുകയായിരുന്നു. അവൻ പേടിച്ചു നിന്നു. ആ നേരത്തിൽ ആ പെണ്ണ് പ്രേതമായിട്ട് അപ്രത്യക്ഷപ്പെട്ടു. അപ്പോഴാണ് പ്രത്മേഷ് നടക്കുമ്പോൾ അവന്റെ കാലിൽ എന്തോ തടയുന്ന പോലെ കണ്ടു. അവൻ താഴെ നോക്കിയപ്പോൾ അത് വിശാഖയുടെ ശവമായിരുന്നു. നോ! ആ പെണ്ണ് പ്രത്മേഷിന്റെ കഴുത്ത് പിടിച്ച് പിന്നെ വലിയ ശബ്ദത്തിൽ ഒച്ചയുണ്ടാക്കി. പിന്നെ ആ പ്രേതം പ്രത്മേഷിന്റെ ഒരു കണ്ണ് പിഴുതെടുത്ത് പ്രത്മേഷ് കരയാനും തുടങ്ങി. പിന്നെ അവൾ മറ്റൊരു കണ്ണും അവന്റെ അടുത്ത് പിഴുതെടുത്ത് അവൾ വായിലിട്ട് ചവച്ചോണ്ട് പറഞ്ഞു, യവനാണോ കല്യാണം കഴിച്ചിട്ട് ഇവിടേക്ക് വരുന്നത്, അവന്റെ ഗതി ഇതായിരിക്കും. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് മോഡേൺ കോളനിയിൽ വീണ്ടും ഒരു കല്യാണം സംഭവിച്ചിരുന്നു. പെണ്ണിന്റെ കോലത്തിൽ റിയ ഇരിക്കുകയായിരുന്നു. പിന്നെ രാജു കതവ് തുറന്നിട്ട് അകത്തേക്ക് പോയപ്പോൾ പയ്യെ പയ്യെ അവളെ നോക്കി അടുത്തേക്ക് എത്തി. റിയ അവൾ അടുത്തേക്ക് വന്നപ്പോൾ നാണം പെട്ടു. റിയ, നിനക്കറിയാലോ, ഇന്ന് എനിക്ക് മറക്കാൻ പറ്റാത്ത നാളാണ്. ഞാനും ഈ രാത്രിക്ക് വേണ്ടിയാണ് ഒരുപാട് ദിവസമായി കാത്തിരുന്നത്. ആ ദൈവത്തിന് നന്ദി. ഇന്ന് നമ്മൾ രണ്ടുപേരും ഒന്നു ചേരാൻ പോവാണ്. അല്ല, തനിച്ച് ആരോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അപ്പോഴാണ് പുറകിൽ നിന്ന് ഇന്നൊരു ശബ്ദം കേട്ടത്. അപ്പോഴാണ് രാജു നോക്കിയത്. റിയ ബാത്റൂമിൽ നിന്ന് വന്നോണ്ടിരിക്കുകയായിരുന്നു.
ഇത് കണ്ടപ്പോൾ അവന് വല്ലാതെ വേർത്തു കൊട്ടാൻ തുടങ്ങി. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ബെഡിൽ ആരുമില്ലായിരുന്നു. പിന്നെ ബെഡിന്റെ പുറകിൽ ഒരു കവറും ഉണ്ടായിരുന്നു. എന്താ പറ്റിയത്? എന്തിനാ നിങ്ങൾ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നത്? അല്ല, പിന്നെ ഈ കവർ എങ്ങനെയാ ഇവിടെ വന്നത്? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ റിയ രാജുവിന്റെ അടുത്തെത്തി. രാജു പേടിച്ചുകൊണ്ട് തന്നെ ആ കവർ എടുത്തു നോക്കി. അതിന്റെ ഉള്ളിൽ അവർ രണ്ടുപേരുണ്ടായിരുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോ തന്നെ അവർ വല്ലാതെ പേടിച്ചു പോയി. ഇതെങ്ങനെയാ ഇവിടെ വന്നത്? ഇത് അതേ ഫോട്ടോസ് അല്ലേ? അതും ഇപ്പോഴാണ് അവർ രണ്ടുപേരും നമ്മളെ പുറത്ത് ഫോട്ടോ എടുത്തത്. ഇതിനകം ഇതെങ്ങനെയാ ഇവിടെ വന്നത്? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ആ ഫോട്ടോയിൽ റിയോയുടെ മുഖം വല്ലാതെ തീ കായുന്ന പോലെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും വല്ലാതെ പേടിച്ചും പോയി. രാജുവിന്റെ കയ്യിൽ നിന്ന് ആ ഫോട്ടോ താഴോട്ട് വീണു. പിന്നെ എതിർക്കെ തന്നെ ആ പയ്യനും പെണ്ണും ഭയങ്കരമായിട്ട് രൂപത്തിൽ നിൽക്കുകയായിരുന്നു. ആ പെണ്ണിന്റെ മുഖം തീ പൊള്ളി കാഞ്ഞ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ആ ചെക്കന്റെ കണ്ണുകൾ മഞ്ഞ നിറത്തിലുണ്ടായിരുന്നു. രാജുവും റിയയും വല്ലാതെ പേടിച്ചു പോയി. ഒരുത്തരെ കെട്ടിപ്പിടിച്ചിരുന്നു. ഇന്ന് നിങ്ങളുടെ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്, അത് ഞാൻ മറക്കാത്ത പോലെ ആക്കി തരാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അവർ രണ്ടുപേരെയും അടിക്കാൻ പോയി. ആ പ്രേതം റിയേന്റെ കഴുത്ത് പിടിച്ച് ചോരയൊക്കെ കുടിച്ച് എടുക്കുകയായിരുന്നു. രാജീവിനും റിയനും കൊന്നതിന് ശേഷം അവര് രണ്ടുപേരും വളരെ സന്തോഷത്തിലായിരുന്നു. പിന്നെ ഈ കാര്യം കുറെ നാളുകൾക്ക് ശേഷം കോളനിയിലൊക്കെ അറിയാൻ തുടങ്ങി. പിന്നെ ഈ കാര്യം പോലീസ് സ്റ്റേഷനിലും എത്തി. ഇൻസ്പെക്ടർ സുമിത്, മോഡേൺ കോളനിയിൽ ഒരുപാട് വീടുകൾ കാലിയായിട്ടുണ്ട്. ആരെങ്കിലും പുതിയതായിട്ട് കല്യാണമായവർ ആ വീട്ടിലേക്ക് പോയാൽ അവരെ ആരോ കൊന്നുകളയുന്നു. എന്തെങ്കിലും അറിഞ്ഞോ ഈ മർഡറിന്റെ എന്താണെന്ന്? ഇതിലൊരു അത്ഭുതകരമായ കാര്യം എന്തെന്നാൽ ഫോട്ടോ എടുക്കുന്ന പ്രേതമാണ് അവരെല്ലാരെയും കൊല്ലുന്നതെന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ജോലി എന്താ, പ്രേതത്തിനെ പിടിക്കാനും പോണോ? എന്താ ശരിയല്ലേ? അതിന് നന്ദിനിയും ചിരിച്ചു. പിന്നെ അവര് പറഞ്ഞു, എന്തു തന്നെ ആയാലും ഇതിനുള്ള കാരണം നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ നന്ദിനി അവരുടെ പ്ലാനും പറഞ്ഞിരുന്നു. പിന്നെ അടുത്ത ദിവസം രാത്രി നന്ദിനിയും സുമിത്തും മോഡേൺ കോളനിയിൽ എത്തിയിരുന്നു. പിന്നെ അവർ മൂടിയിരുന്ന ഒരു വീട്ടിൽ അവരുടെ കാറും അവിടെ നിർത്തി. രണ്ടുപേരും പുറത്തു വന്നു. രണ്ടുപേരും കാണാനും പുതിയതായി കല്യാണം ചക്കം പോലെ ഉണ്ടായിരുന്നു. ആദ്യം ഇവർ അവിടെ ഇവിടെ നോക്കി. പിന്നെ മെല്ലെ മെല്ലെ ആ വീട്ടിലേക്ക് അവരെത്തിക്കഴിഞ്ഞു. എക്സ്ക്യൂസ് മീ. അത് കേട്ടപ്പോ തന്നെ രണ്ടുപേരും തിരിഞ്ഞു നോക്കി. അതേപോലെ ആ പയ്യനും പെണ്ണും ക്യാമറയോടെ അവിടെ റെഡിയായിട്ട് ഇരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് പുതിയതായിട്ട് കല്യാണമായതാണോ? ഞങ്ങൾ ഒരു ഫോട്ടോ എടുത്തോട്ടെ? അത് കേട്ടപ്പോൾ തന്നെ സുമിത്തും നന്ദിനിക്കും മനസ്സിലായി, അതായത് പുതിയതായിട്ട് കല്യാണം കഴിക്കുന്ന ജോഡികളെ കൊല്ലുന്നത് പേകൾ ഇവരാണെന്ന്. അവരെന്തോ പറയുന്ന മുമ്പ് തന്നെ ദൂരത്തു നിന്ന് ഒരു വയസ്സായ മുത്തശ്ശൻ ഒച്ചത്തിൽ പറഞ്ഞു, മക്കളെ ദയവായിട്ട് ഇവരെടുത്ത് നിങ്ങൾ കുടുങ്ങാൻ പാടില്ല, അവരുടെ ക്യാമറ പൊട്ടിച്ചാളേ. എന്താണ് ഈ കിളവൻ പറയുന്നത്? അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നന്ദിനി ആ ചെക്കനെടുത്തുനിന്ന് ക്യാമറ എടുത്തു കളഞ്ഞു. പിന്നെ അവർ രണ്ടുപേരും ആ ഭൂതരൂപത്തിൽ മാറി. മര്യാദയ്ക്ക് എന്റെ ക്യാമറ തിരിച്ചു തരണം. നിങ്ങൾ രണ്ടുപേരെയും ഞാൻ കടിച്ചു തിന്നുകളയും. ഇത് കണ്ടപ്പോൾ രണ്ടുപേരും വല്ലാതെ പേടിച്ചു പോയി. പക്ഷെ നന്ദിനി തന്റെ തോൽവി സമ്മതിച്ചില്ല. അവൾ ആ ക്യാമറ ഉയരത്തിൽ പൊന്തിച്ച് ഒറ്റ താഴെട്ട് പൊട്ടിച്ചു കളഞ്ഞു. ആ ക്യാമറ രണ്ട് പകുതിയായിട്ട് പൊട്ടിയും പോയി. ആ രണ്ട് പ്രേതങ്ങളും ഒച്ചത്തിൽ ബഹളമുണ്ടാക്കി. നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. കുറച്ചു നേരത്തിൽ അവർ വളരെ ശബ്ദത്തോടെ ഒച്ചയുണ്ടാക്കി. പിന്നെ രണ്ടുപേരും തറയിൽ കിടന്നു വീണു. പിന്നെ അവർ കാണാതെ പോയി. ആ വയസ്സായ മുത്തശ്ശൻ അവരുടെ അടുത്ത് വന്ന് പറഞ്ഞു, വളരെ നന്ദിയുണ്ട് കുട്ടികളെ, നിങ്ങളെ കൊണ്ട് ഞങ്ങളെ കോളനിന്ന് ഈ ഫോട്ടോ എടുക്കുന്ന പ്രയത്നത്തിനടുത്തുനിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു. അങ്കിൾ, ഞങ്ങൾ ഈ ഏരിയയിലെ പോലീസ് ഓഫീസേഴ്സ് ആണ്. ഇവർ രണ്ടുപേരുടെയും കഥ കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഇന്നത്തോടെ എല്ലാ പ്രശ്നവും തീരും. വളരെ നന്ദിയുണ്ട് ഇൻസ്പെക്ടർ സർ. നന്ദിയുണ്ട് മാഡം. 2 ദിവസം കഴിഞ്ഞിട്ട് കാണാൻ ഒരു കോളേജ് ചെക്കനെ പോലെയുണ്ട്. അവൻ ബൈക്ക് എടുത്ത് ആ ഭാഗത്തേക്ക് ഓട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ റോഡിന്റെ സൈഡിൽ ഒരു പൊട്ടിയിരുന്ന ക്യാമറ കണ്ടിരുന്നു. പിന്നെ അവൻ ബൈക്ക് നിർത്തിയിട്ട്, എന്റെ പൊന്നോ, ഈ ക്യാമറ കാണാൻ പഴയതുപോലെ ഉണ്ടായെങ്കിലും ഇത് ശരിയാക്കിയാൽ എന്റെ സയൻസ് പ്രോജക്റ്റിന് വളരെ ഉപകാരം ഉണ്ടാവല്ലോ. ആ പയ്യൻ ക്യാമറയും എടുത്തുകൊണ്ട് അവന്റെ പേഴ്സണൽ ലാബിലേക്ക് പോയി. അതിനുശേഷം അവിടെ നിന്നിട്ട് അവൻ 2 ദിവസം കൊണ്ട് അത് ശരിയാക്കി കഴിഞ്ഞു. പിന്നെ അത് റിപ്പയറും കഴിഞ്ഞ് അത് ശരിയാക്കി. ഇപ്പോ ഇത് ചെക്ക് ചെയ്യാനുള്ള നേരം വന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ആ ക്യാമറയിൽ അവൻ ബാറ്ററി ഇട്ടു. പിന്നെ എതിർക്കുണ്ടായിരുന്ന ഒരു അലമാരി അവൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ ക്ലിക്ക് ചെയ്തതിനു ശേഷം അവന്റെ മുമ്പിൽ ആ 2 പ്രേതം വീണ്ടും വന്നു. പിന്നെ അവർ ഭയങ്കരമായ ശബ്ദത്തിൽ ഒച്ച ഉണ്ടാക്കാനും തുടങ്ങി.